മതസൗഹാർദ്ദ ബുക്ക് പാർട്ട് 13 എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അവസാനം ഇവിടെ പറഞ്ഞു നിർത്തിയ ഞാൻ ഒരുപാട് പേരുടെ സ്റ്റോറിയൊക്കെ കണ്ടതാണ്. ഇസ്ലാം അല്ല പ്രശ്നം, ഇസ്ലാം തീവ്രവാദമാണ്. ഹിന്ദുയിസം അല്ല, ഹിന്ദു തീവ്രവാദമാണ്. ഈ ഹിന്ദുയിസവും ക്രിസ്ത്യാനിറ്റി ഇസ്ലാമും ഇല്ലാതെ ഇതിന്റെ തീവ്രവാദം ഉണ്ടാവില്ലല്ലോ. അതായത് മതമില്ലാതെ ഒരിക്കലും മത തീവ്രവാദം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പേരുണ്ട് പള്ളിയല്ല പണിയണം പള്ളിക്കൂടം ആകണം എന്നൊക്കെയുള്ള അർത്ഥവത്തായ വരികൾക്ക് രൂപം നൽകിയിട്ട് ഇപ്പൊ ഇവര് സെക്യുലാരിസത്തിന്റെ പുറകെയാണ്. ഈ ഒരു അൺനെസസറി സെപ്പറേഷന്റെ പാർട്ട് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മത പ്രൊപ്പഗേറ്റേഴ്സ് ആയിട്ടുള്ള ഈ പള്ളിയച്ചന്മാരും പോറ്റിമാരും ഉസ്താദുമാരുടെയൊക്കെ ഡിമാൻഡ് കുറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇനിയുള്ളൊരു ജനറേഷനിൽ അത്തരം ആൾക്കാർ ഉണ്ടാവാതിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പയിനുകൾ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് അതിന്റെ ടൈം ഒത്തിരി എനിക്ക് തോന്നുന്നു. ഈ പള്ളിയിലച്ചന്മാരും പണ്ഡിതന്മാരും പൊറ്റിമാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മതവിശ്വാസത്തിന്റെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളാണ് ഇവിടെ കൂടുതലുള്ളത്. നിങ്ങൾ നല്ലൊരാളായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങൾ ഈ മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഈ പള്ളിയിലച്ചന്മാരോ പോറ്റിമാരോ ഉള്ളത് കൊണ്ടല്ല. നിങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും വെച്ചുള്ള തിരിച്ചറിവ് കൊണ്ടാണ് നിങ്ങളൊരു നല്ല വ്യക്തിയായത്. അല്ലാണ്ട് അതൊരിക്കലും ഒരു മതത്തിന്റെ ക്രെഡിറ്റ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കി. ചിലർക്ക് നല്ല പേരൻസ് ഉള്ളതുകൊണ്ട് അവർ നല്ലത് പഠിക്കും, ചിലവർ സ്വയം അനുഭവം കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ എത്ര വിളക്ക് കത്തിച്ചാലും എത്ര തിരിയൊക്കെ തെളിയിച്ചെന്ന് പറഞ്ഞാലും മതം ജാതി എന്ന് പറയുന്ന ഈ ഒരു സെപ്പറേഷന് ഇരുട്ടാണെന്ന് നമ്മൾ ഓരോ മനുഷ്യരും തിരിച്ചറിയുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാനൊക്കെ സ്വയം പഠിച്ച ഒരാളാണ്. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഹിന്ദു കൂട്ടുകാരനുണ്ടായിരുന്നു ക്ലാസ്സിൽ. അന്ന് ഞാൻ ആ ഹിന്ദുവായ കൂട്ടുകാരനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എടാ നിൻ്റെയൊക്കെ ദൈവം എന്തുകൊണ്ട് ദൈവമാടാ, ഒരു ഭംഗിയില്ല കാണാൻ, അതിനൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് നോക്ക്, എന്തൊരു സമാധാനമാണ്, ആ രൂപങ്ങളെയൊക്കെ ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ തർക്കിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനൊന്നും പറഞ്ഞൊന്നുമില്ല, അവനതിങ്ങനെ കേട്ടോണ്ടിരുന്നു, അവനെന്തോ അക്സെപ്റ്റ് ചെയ്ത പോലെയൊക്കെ അങ്ങനെ ഇരുന്നു. പക്ഷെ അവനവൻ്റെ വിശ്വാസത്തിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാനത് വീണ്ടും ആലോചിക്കുമ്പോൾ ഞാൻ എന്തൊരു വിഷമായിരുന്നു എന്നാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ്, കാരണം അവൻ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. ഒരിക്കലും അവനോട് ആ ഒരു കാര്യം പറയേണ്ട ആവശ്യമേ എനിക്കില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആ വിഷം തുപ്പിയെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെ അനാവശ്യമായി ഇഞ്ചെക്ട് ചെയ്ത മതത്തിലെ അനാവശ്യ കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ ലഞ്ചിൻ്റെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് കോമഡി പറഞ്ഞ്, ഒരുമിച്ച് കളിച്ച് രസിച്ചൊക്കെ വന്നവരാണ്. അപ്പം ഞാൻ ഒറ്റൊരു പോയിന്റിൽ ഈ ഒരു മതത്തിൻ്റെ പേരിലാണ് ഞാൻ അവനുമായിട്ട് തർക്കിച്ചത്. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇപ്പോഴും പറയും, നിങ്ങൾ മതം എവിടെ സംസാരിച്ചാൽ ഈ കമൻറ്റ് ബോക്സിൽ വന്നേച്ചും തർക്കിക്കാൻ നിന്നാൽ ശരി, അവിടെ അടി ഉണ്ടാവും, ഉറപ്പാണ്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? PC ജോർജ് ആണോ താനൊരു വാണമാണ്? വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഏത് വിവരക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി മുസ്ലിം ആയതുകൊണ്ടാണ് വർഗീയവാദിയാവുന്നത്? കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, തനിക്ക് തന്തയില്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ഷവർമ്മയായിരുന്നു. കോമഡി എന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി മാതിരി കോമഡി. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാണ്. കുനിഞ്ഞു നിന്നാ മതി. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്, നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ. ഗൈസ്, നമ്മൾ കൊച്ചുവിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ഹെഡ്ഫോൺസ് വെച്ചേക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ജോക്കറിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ്, കഴിയുമോ ഈ കൊച്ചുവിന്റെ വീഡിയോസൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഈ തെറി പറയുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്ന് ചോദിച്ചിട്ടാണ്. ആൾക്കതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത് ഒന്നുകിൽ എൻ്റെ വീഡിയോ കാണാതിരിക്കുക അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക എന്ന് മാത്രമാണ്. കാരണം ഒരുപാട് ആളുകൾ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ തെറിയൊക്കെ ഒഴിവാക്കാവോ, തെറിയുടെ മീമുകളൊക്കെ ഒഴിവാക്കാവോ എന്ന്. ഞാൻ ഒരു തവണ ഇത് കുറച്ചതാണ്. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാവോ, എൻ്റെ വ്യൂസ് നേരെ താഴത്തേക്കാണ് പോയത്. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. ഡിഫറൻസ് ഉണ്ട് ബ്രദർ. കാരണം ഭൂരിഭാഗം പേരും പറയുന്നത് ജോക്കുട്ട ഇതൊന്നും പറഞ്ഞാൽ പറ്റാ, കുറച്ച് കൂടുതൽ പറഞ്ഞതാണ്. പേഴ്സണലി എനിക്ക് തെറി പറയാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സായി പോപ്പിനെയും കൊച്ചുവിനെയൊക്കെ എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നത്, വീഡിയോ 18 വയസ്സ് താഴെയുള്ളവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 18 വയസ്സ് താഴെയുള്ള ഒരു വീഡിയോ കാണാതിരിക്കുക. 18 വയസ്സ് താഴെയുള്ളവരെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എന്ന് വെച്ചും ജോക്കുട്ട ഇങ്ങനെയൊക്കെ പറയല്ലേ, പിള്ളേരൊക്കെ വീഡിയോ കാണുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പേഴ്സണലി കാണൂ, ഹെഡ്ഫോൺസ് വെക്കൂ, TV ഒഴിവാക്കൂ, വീഡിയോ വെക്കുക. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പത്തായി. ആന്റി ഡാൻഡ്രഫ് ഒരുപാട് കണ്ടിട്ടുണ്ടോ? നക്കിയവനും നക്ക് കൊടുക്കാൻ നിന്നവനും ഓഫ്, എന്തോന്നടേ ഇത്. ഇതെവിടെ സ്ഥലമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ. കാരണം അടുത്തവണ എനിക്കും പോകണം. തലയിൽ കാക്ക കാഷ്ടിച്ചിട്ട് ഞാനിവിടെ പോയി നിൽക്കും. ഇപ്പൊ പുള്ളി പറയും അതിലില്ലാത്ത പായസം പോലെ. ഈ സൺലൈറ്റ് നല്ല രീതിയിൽ മുറിയിലേക്ക് അടിക്കണം. കാരണം ഇവിടെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. ഓക്കെ. പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ആരോടും അങ്ങോട്ട് വിളിച്ചത്? ഞാൻ മേലെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. 10ാം ക്ലാസ്സിലെ കുട്ടി സ്റ്റേജിലേക്ക് വിളിച്ചതാരാടാ? മേലെ വിളിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട.
സമസ്തന്റെ നിങ്ങൾക്ക് അറിയില്ലേ? ജോക്കുട്ട ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസം. നീ എന്തിനാ അനാശകാര്യത്തിൽ കയറി ഇടപെടുന്നേ? രക്ഷിതാവിനോട് വരാൻ പറ. ഇജാ വിളിച്ചത്? അല്ലല്ല, ഞാനല്ല, ഞാൻ എന്റെ കുട്ടിനെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഞങ്ങളൊക്കെ അവിടെ എത്തിയാണ്ട് വേണ്ടാത്ത പണി ചെയ്യാം. ഓ ഇതൊക്കെ വിശ്വാസമാണല്ലേ. ഇപ്പൊ ഈ കാണിക്കുന്നത് ഏത് ഇടയിലെ വിശ്വാസമാണ്? സൗദി രാജാവ് അല്ലേ? ഇത് സൗദി രാജാവാണെന്ന് തോന്നുന്നു. നീ ഇയാള് സ്വർഗത്തിലെ വിറവുള്ളി ആവുമോ? പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാനായിട്ട് ലേഡി ഫോട്ടോഗ്രാഫർ തന്നെ വേണമെന്ന് പറയുന്ന മൊണ്ണങ്ങളൊക്കെ എവിടെയാണോ എന്തരം. എന്റെ പാസ്പോർട്ടിൽ പ്രശ്നങ്ങൾ ഉള്ളതാണ്. എയർപോർട്ടിൽ കുഴപ്പങ്ങളൊന്നും കൂടാതെ നാട്ടിലെത്താൻ ഞാൻ എന്താണ് ഓതേണ്ടത്? ഓത എങ്ങനെ വേണ്ടത്? പാസ്പോർട്ട് ശരിയാക്കല്ലേ? ഓത എങ്ങനെ വേണ്ടത്? പാസ്പോർട്ട് ശരിയാക്കല്ലേ? മറുപടി അതിന് ഓതിയിട്ടെന്താ? ഇത് പാസ്പോർട്ട് ശരിയാക്കണ്ടേ? ഇത് രാജ്യത്തിന്റെ നിയമല്ലേ? മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. ഞാൻ നോക്കുന്നത് അതെ 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 ഒരു രാജ്യത്തിന്റെ നിയമം. ഇവർക്ക് അങ്ങനെയുണ്ട്. പത്താക്കല്ലാതെ ഇവിടെ നടക്കാൻ എന്താ വേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം. പണ്ട് കുണ്ടൂര് എന്ന് പറയുന്ന ആ ഷെയ്ഖിനോടുണ്ട് ഒരാൾ ചോദിക്കുന്നത്, സൗദിയിൽ ഇക്കാമല്ലാതെ ജീവിക്കാൻ എന്താ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അയ്യോ ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് ഉസ്താദന്മാര്. ബോധവും മൂളയൊക്കെ ഉള്ളവരുണ്ട് ഇതിനകത്ത്. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ യുക്തിപരമായിട്ട് ചിന്തിച്ചു വേണം നിങ്ങൾ ഓരോ മറുപടി തരാം. അല്ലാണ്ട് വെറുതെ ഇത് ഞമ്മന്റെ വിശ്വാസമാണ്, ഞമ്മന്റെ രീതിയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ, ഇതെല്ലാം പൊളിച്ച് കയ്യിൽ തന്നെ വീഡിയോസാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അത് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, അവിടുത്തെ നാട്ടിൽ വേറെ ആയിരിക്കും, സൗദിയിൽ വേറെ ആൾക്കാരാണ്, ഞങ്ങൾ വേറെ ആൾക്കാരാണ്. അപ്പൊ ഒരു ഫീമെയിൽ വീഡിയോഗ്രഫിയെ കൊണ്ടുവരണം. വീഡിയോഗ്രഫി ചെയ്യേണ്ടത് ഒരു പെണ്ണിന് പെണ്ണായാലല്ലേ ഇസ്ലാമികമാവുള്ളൂ. ഫോട്ടോ എടുക്കുന്ന ആരാ? അതേതൊരു പള്ളിയിലച്ഛനാന്ന് തോന്നുന്നു. ക്യാമറ എടുക്കാൻ പാടുണ്ടോ? ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ? എടാ നിന്റെയൊക്കെ തലച്ചോറിന് പകരം പൊതിച്ചോറാണ്. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. Why do you think Krishna is blue? He's not blue. No, but everywhere I see Krishna is blue. See, Krishna's skin tone is changed. Every serial you look at. If you look at some cartoons, he is shown as a cute hero. Even though in real life he was not cute. He was attractive. His name means all attractive. But he was not cute. He's good but not cute. He's attractive but not cute. കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്ന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ബാക്കി പറ. He was not a hero who beats up bad guys, but he was a god, not a child. Yeah. Then there's in some serials that adults watch, he is white, but that's not true. പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട്. He is white, but that's not true. ഇപ്പൊ ഫുള്ള് വൈറ്റ് കൃഷ്ണാസ് ആണ് കാണുന്നത് അല്ലേ? He is actually now, he's dark skin. താടി ഉണ്ടായിരുന്നു അന്ന് ബാർബർ ഷോപ്പില്ലല്ലോ. His description is, he's dark skinned with dolphin shaped earring, a peacock feather on his head, sandalwood paste, garland of forest flower and leaf, and he holds a bamboo flute in his hand with a yellow dhoti. നീല പെയിന്റ് കിട്ടാനില്ലാത്തതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ കറുത്ത കൃഷ്ണനെയൊക്കെ എടുത്ത് മാറ്റി. കൃഷ്ണൻ കറുത്താന്ന് പറയുന്നത്, പക്ഷെ കറുപ്പിനെ ഒന്നും കാണാൻ കിട്ടുന്നില്ല. കറുപ്പ് ഭയങ്കര പ്രശ്നമാണല്ലോ. അത് കാരണം പിന്നെ വൈറ്റ് ആക്കി. എന്താ അല്ലേ, എന്തെല്ലാം മാറ്റങ്ങളല്ലേ കാണിച്ചോണ്ടിരിക്കുന്നത്. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിയേ. തൊപ്പി വെട്ടൊരു കുന്നുവാവ, അരിമുക്കൂടാമൊരു കുന്നുവാവ, തൊപ്പി വെട്ടൊരു കുന്നുവാവ, എന്റെ പൊന്നുവാവ, താമര കണ്ണ കുന്നുവാവ. എന്തെല്ലാം മണ്ടത്തരങ്ങളാ വിശ്വസിക്കാൻ ആൾക്കാർ. ത്രിഭാസനം. ഇതിന് വലിയ ഊക്ക പത്രത്തിന് കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. ഭാര്യ എഴുന്നേറ്റ് എന്നിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ ചെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ട് ചായ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, അയ്യോ പൈസ കയ്യിലില്ല, നാളെ ടീം വരും, അവർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഞാനും വെളി വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ വന്ന് ദുഃഖിച്ച് അവിടെ ഇരിക്കും. വരാൻ പറഞ്ഞു, നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കിച്ചണിൽ പോയിട്ട് ആ ഗ്യാസ് കുറ്റിയുടെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം അങ്ങനെ പ്രാർത്ഥിച്ച ആമയും പറഞ്ഞതിന് ശേഷം കൊച്ചുവിനെ വിളിക്കാൻ സമയമായി. ഞാൻ ഭാര്യയോട് പറഞ്ഞു സിലിണ്ടർ നേരെ വെച്ച് കത്തിക്കാൻ പറഞ്ഞു. കൊച്ചു കമോൺ. ആ സിലിണ്ടർ ചായ ഉണ്ടാക്കി, ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി, വൈകിട്ട് ഡിന്നർ നടന്നു. സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. കള്ള കടയാടി മോനെ വെച്ചിട്ട് ഓടാടുന്നു. ഈ ഉളത്തരമായിട്ട് നിനക്ക് നാണയില്ലേ? ഇതാണ് മക്ബയോ, എന്താ പറയുന്നത്?
എടാ ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ കുരുപൊട്ടുമല്ലോടാ. അവന്മാർക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണ് ചില ആൾക്കാർ ചില രീതിയിലൊക്കെ വസ്ത്രം ധരിച്ചു പോകുന്നു. ശബരിമല വിഷയത്തിൽ പൂജാരികൾ ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ? ഒരു സ്ത്രീ കയറിയെന്ന് അറിഞ്ഞപ്പോഴേക്കും അവിടെ മറ്റേ ശുദ്ധീകരണം നടത്തിയെന്നാണ് പറയുന്നത്. അശുദ്ധിയായി അത് കാരണം ശുദ്ധീകരണം നടത്തി എന്തോ തളിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ എല്ലാ തവണ സ്ത്രീകൾ കയറുമ്പോൾ ശുദ്ധീകരണം നടത്തി അങ്ങോട്ട് പുണ്യാഹം തളിച്ചാൽ പോലെ. നിങ്ങൾക്ക് കുറച്ചുകൂടി വരുമാനമുള്ള പരിപാടിയില്ല. സ്ത്രീകളോട് കയറുമ്പോൾ അവരുടെയും കൂടി പൈസ നിങ്ങൾക്ക് കിട്ടും. കുറച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകും. എന്നിട്ട് അയ്യപ്പന് മഹീന്ദ്രയുടെ ഒരു താറും മേടിച്ചു കൊടുക്കണം. എന്നാൽ ഭഗവതിക്ക് ഒരു തുണ്ട് ഭൂമി സംഭാവന കൊടുക്കാൻ, ഒരു തുണ്ട് ഭൂമിക്ക് നമ്മുടെ അടുത്ത് തെണ്ടേണ്ട ആളാണ്. എന്താ അല്ലേ? നമ്മൾ ചെല്ലുമ്പോ അമ്പലത്തിൽ ചെല്ലുമ്പോ ഭഗവാന് പായസവും പപ്പടവും ഒക്കെ കൊടുക്കണം. നമുക്കൊന്നും തന്നൂല. എന്തായാലും സത്യം നമ്മൾ പോണം നമ്മുടെ പട്ടിണി മാറ്റാണ്. ദൈവമേ ഞങ്ങൾ രക്ഷിക്കണേ, എന്തെങ്കിലും ആഹാരം തന്നെ എന്ന് പറയുമ്പോ അവിടെ അത് കേൾക്കണമെങ്കിൽ പൈസ എഴുതണം. പുള്ളിക്ക് പുള്ളി സാപ്പിടണ്ട, അതുമില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ എന്താണ്, നാളെ എന്തെന്നറിയാത്ത മനുഷ്യരുടെ ഉത്കണ്ഠയാണ് ഭക്തി. അത്രേ ഉള്ളൂ. അവരൊരു ഒരു നാളെയെ കുറിച്ച് അവർക്ക് അറിയില്ല. അപ്പൊ അവര് എന്തിനെങ്കിലും പിടിക്കണമല്ലോ. ശബരിമലയിൽ പെൺകുട്ടികൾക്ക് കയറാൻ പാടില്ല. സംഘികളുടെ തലയിലൊക്കെ ചാണകമാണ്, മറ്റതാണ് മറിച്ചതാണ്, പശുവിന്റെ മൂത്രമാണ് അവർ കുടിക്കുന്നത്. ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കുന്ന ടീംസൊക്കെ എവിടെ? അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും സുവർഗരതിയില്ല, ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല. എല്ലാവർക്കും നല്ല സേവനം ചെയ്യും. അയാൾ സ്വർഗ്ഗത്തിൽ നിന്റെ തന്ത തരും. ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം പറയുന്നു അതില്ല. അതേത് ഇസ്ലാമാ? ഇസ്ലാം പറയുന്നില്ല. കൊച്ചുവിന്റെ ആവശ്യമുണ്ട്. കൊച്ചു പ്ലീസ്. എന്താ ഒരു സുഖം. എനിക്ക് ഇവനെപ്പോലൊക്കെ പറഞ്ഞോന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ എന്തോ എനിക്കത് ശീലമായിട്ടില്ല. അതുകൊണ്ടാ ഞാനൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. ഇസ്ലാം പറയുന്നില്ല. തീവ്രവാദത്തിന്റെ കടുകുമണി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ജോക്കുട്ട ഇതൊക്കെ ഞമ്മന്റെ വിശ്വാസമാണ്, ഞമ്മന്റെ വിശ്വാസത്തിക്കാർ തൊടല്ലേ, ഇത് ഞങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇവിടെ ആൾക്കാർ കുലുങ്ങിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം? നിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. എടാ ഞാൻ വിളിക്കാടാ, ഞാൻ വീഡിയോ ചെയ്യാം. ചെയ്യാൻ നോക്കാം, ഞാൻ ആലോചിക്കാം. നീ പറഞ്ഞാൽ മതി. ഞാൻ പറയാം. നീ അയച്ചിട്ടേക്ക് ചെയ്യാം. അത് ചെയ്യാം, കുഴപ്പമില്ല. ക്യാമറ ഹീറ്റ് ആവും. അതാ ശരിയെന്നാ. അയലവത്തേ അയലവത്തേ 2021 വേഴ്സസ് 2025 നോക്കട്ടെ. എന്താണെങ്കിലും എന്താ, മറ്റേ കുടുംബശ്രീ ചേച്ചിമാരുടെ നിന്ന് രക്ഷപ്പെട്ടില്ലേ? ഞാൻ കാര്യത്തിൽ പറഞ്ഞതാ. സാധാരണ സ്കൂളിലെ സ്റ്റാഫ് റൂമാണ് രണ്ടാമത്തെ കുടുംബശ്രീ ടീമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലേ? നിങ്ങൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത് കുടുംബശ്രീ ടീംസ് കഴിഞ്ഞാൽ ഈ സ്റ്റാഫ് റൂമിലെ ടീച്ചേഴ്സ് ആയിരിക്കും. എല്ലാം പഠിപ്പിച്ചു തരേണ്ട അധ്യാപകരാണ് അവിടെ ഇരുന്ന് കുശുകുശുക്കുന്നത്. നന്മയുടെ പാതയിൽ നമ്മളെ നയിക്കേണ്ട പല ടീച്ചേഴ്സുമാരാണ് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4 നേരം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം റിലേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. കാരണം ഈ കമന്റ് ബോക്സ് വായിച്ചിട്ടെങ്കിലും അവർ മനസ്സിലാക്കട്ടെ ഇത്രത്തോളം വിഷമാണ് ഇവർ ഈ സ്റ്റാഫ് റൂമിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നേച്ച് എന്നൊന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കന്യാസ്ത്രീ ആവുന്നത് മോശമാണെന്നാണോ ജോക്കുട്ടം പറയുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൂരിഭാഗം പേര് ഇതിനകത്തിരുന്ന് കണ്ടവന്റെ കുറ്റം പറച്ചില്ല പരിപാടി. അയലോക്കത്തിരുന്ന് കുറ്റം പറയുന്നവർ ഇതിലും ഭേദം തോന്നിപ്പോ. നിങ്ങളൊരു കന്യാസ്ത്രീയുടെ എടുത്ത് നോക്കിയാൽ അവിടെ ഉണ്ട് ഈ പറയുന്ന വേർതിരിവുകൾ. അതായത് പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്നവരുണ്ട്, ടീച്ചർ ആയിട്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അധികം എഡ്യൂക്കേഷൻ ഇല്ലാത്തവരുണ്ട്, അല്ലെ, ലാംഗ്വേജ് അറിയാത്ത സിസ്റ്റേഴ്സ് ഉണ്ട്, വാഹനം ഓടിക്കാൻ അറിയാത്ത സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഈ വേർതിരിവ് അവർ കാണിക്കാറുണ്ട്. ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പ്രൊഫറ്റിനെ ആരാണ് കൊണ്ടുവന്നത്? അല്ല, അതെവിടെ പറഞ്ഞിരിക്കുന്നത്? ഖുറാനിൽ കാണിക്ക്. അറിയാൻ പാടില്ല. എൻ്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇത് തന്നെ സംഭവിക്കുന്നു. ഒരു തേങ്ങ അറിയാൻ പാടില്ലെങ്കിൽ ചുമ്മാ ഏതാണ്ടൊക്കെ എവിടെയോ കേട്ട ഒരു അറിവ് വെച്ചിട്ട് എൻ്റെ കമന്റ് ബോക്സിലും DM-ലൊക്കെ വന്ന് കരഞ്ഞുകൊണ്ടിരിപ്പാണ്. പഠിച്ചിട്ട് ഉപദേശിക്ക് സുഹൃത്തെ. Show me! No, show me! Show me! You can open it.
എല്ലായിടത്തും തന്നെ, അതിശയിക്കാനൊന്നുമില്ല. ക്യാമറ ഹീറ്റ് ആവുന്നുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറ പൊട്ടിത്തെറിച്ച് പോയാലോ. ബൈ ഫോർ നൗ. ഗുഡ്നെസ്സും ശാലോമും മാത്രമാണ് നമ്മളിവിടെ വച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില പ്രത്യേക പ്രോഗ്രാമുകൾ മാത്രം. പിന്നെ വല്ലപ്പോഴുമാണ് ശരിക്കും മക്കളുടെ ഒരു അനുഭവത്തില് സിനിമ അവർ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് അവർക്ക് സിനിമ നടന്മാരെ അറിയുകയില്ല. പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് 3 സിനിമകൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അത് എല്ലാം ക്രിസ്തീയമായിട്ടുള്ള സിനിമകളാണ്. ഒന്ന് നമ്മുടെ സ്വർഗം എന്ന് പറയുന്ന സിനിമ, പിന്നെ നമ്മുടെ സിസ്റ്റർ റാണി മരിയയുടെ സിനിമ, പിന്നെ ദ ഹോപ്പ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടില്ല? അയ്യോ, അത് മൊത്തം ക്രൂരതയും പീഡനമല്ലേ, അതെങ്ങനെ കൊച്ചുകുട്ടികളെ കാണിക്കും? നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കാണാത്തവരാണെങ്കിൽ ആ സിനിമ മസ്റ്റായിട്ട് കാണണം കേട്ടോ. ഈ 3 സിനിമകളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, തിയേറ്ററിലായിട്ടും അല്ലാതെയും കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ സിനിമ കാണുന്ന സ്വഭാവം ഇല്ല. ഇതിനോടൊക്കെ എന്ത് പറയാ, ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്കും അതിനോട് വലിയ താല്പര്യമില്ല. ഇവര് കൊച്ചുകുട്ടികളെ കാണിക്കാതിരിക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇതെന്തോ വലിയ ക്രെഡിറ്റ് പോലെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ലോകം എന്താണ്, ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടിയിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ എടുത്തു നോക്കും. ഭൂരിഭാഗം പെൺകുട്ടികൾ എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. അവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഇപ്പോഴാണ് അതൊന്ന് മാറിയത് അല്ലേ. അവർ ചിന്തിക്കാൻ തുടങ്ങിയതും അവർ കുറെ കാര്യങ്ങൾ കാണാൻ തുടങ്ങിയതും ഈ ലോകത്ത് നടക്കുന്നതൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ്. ഈ പറയുന്ന പോലെ വീട് വിട്ട് പുറത്തേക്ക് പോവുക, മാറിപ്പടിക്കുക, അല്ലെങ്കിൽ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് പോവുക, അപ്പോഴൊക്കെയാണ് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. കൂടുതലും യൂട്യൂബിനകത്ത് പ്രസംഗങ്ങളാണ് വെക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ വീട്ടിൽ തന്നെ വളർത്തിയാൽ മതി, പുറത്തേക്കൊന്നും ഇറക്കരുത് കേട്ടോ. കാരണം പുറത്തേക്ക് ഇറങ്ങിയ പിള്ളേർ എന്തെങ്കിലും കണ്ട് പേടിച്ചാലോ. നമ്മുടെ ദാനിയേൽ അച്ഛൻ്റെ പുസ്തകങ്ങൾ, കൊമനിക്ക് അച്ഛൻ്റെ പ്രസംഗങ്ങൾ, അങ്ങനെ ഓരോ പ്രസംഗങ്ങൾ. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ മറ്റേ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിനകത്ത് ചക്കിക്കൊത്ത ചങ്കന്നെ കിട്ടിയവരെ ഇവർക്കും കറക്റ്റ് ആൾക്കാരെ തന്നെയാണ് കിട്ടിയേക്കണേ. അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പൊക്കോളൂ. ഫോണിനകത്ത് ഇത് വെച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് ഇപ്പോൾ കൊണ്ടുനടക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പിള്ളേർ തിരിച്ച് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. അപ്പം കിടന്ന് കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ലല്ലോ. The Quran does not say go kill all these people. Actually it does. No, it doesn't. Surah 9. Have you read it? Yes, ma'am. In fact, I have it in my back pocket if you'd like me to read it. Because I had a feeling this might come up today. So I brought some verses from the Quran that actually do talk about this. Now, I understand you think there's an explanation. I get that, and I'm grateful for that. But there are verses like this. Surah 929 and Surah 533. എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും റാങ്ക് ഒന്ന് പറഞ്ഞു തരണം. Surah 929, fight those who believe not in Allah, nor the last day, nor hold that forbidden which hath been forbidden by Allah and his messenger, but impose jizya, which is submission, over the infidels. ഓണാഘോഷവും നബിദിനവും രണ്ടും പറ്റൂല. ക്രിസ്മസും നബിദിനവും അത് രണ്ടുമില്ല. ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ്, ഓണാഘോഷം വേറൊരു വിഭാഗത്തിൻ്റെതാണ്. അബ്ദുല്ലാഹിബ്നു സലാം. ഈ നബിദിനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഭയങ്കര ആഘോഷമാണ്. പക്ഷെ നിങ്ങൾ നേരെ സൗദിയിലേക്ക് എന്ന് നോക്കിയേ, നബിദിനോ ഒരാഘോഷമാണോ? ഇങ്ങനെയാണ് അവരുടെ ഭാവം. ഇതൊക്കെ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കേണ്ടതാണോ? ഇത് കൊച്ചുകുട്ടിക്ക് പോലും ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ ചിന്തിക്കാനായിട്ട് ആ കൊച്ചുകുട്ടീനെ സമ്മതിപ്പിക്കണ്ടേ? അവിടെ ഇത് തന്നെ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ എങ്ങനെ അവർ ചിന്തിക്കാനാ? ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചപ്പോ മൂപ്പര് പണ്ട് യഹൂദി മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്. യഹൂദി മതത്തിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കരുതായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും കുടിക്കണില്ല. അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങിയത്, അലോ ഉദ്ഖുലൂ ബിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് കയറിക്കൊള്ളാം, ഹാഫ് അത് മുട്ടാൻ പ്ലേറ്റ്, ചിക്കൻ ബിരിയാണി ഹാഫ്. ഇസ്ലാം ഫുൾ ഓപ്ഷനേ ഉള്ളൂ. ഫുൾ ഓപ്ഷനാ? ഇസ്ലാം ഫുൾ ഓപ്ഷനേ ഉള്ളൂ. 3 മാസത്തെ EMI ഓപ്ഷൻ കിട്ടുമോ? കൊച്ചു കമോൺ. ഇങ്ങനൊക്കെ നല്ല തെറിയുടെ കുറവുണ്ട്. ഓണാഘോഷമുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നബിദിന പരിപാടിയുണ്ട്, ക്രിസ്മസും ഉണ്ട്, പള്ളി പരിപാടിയുണ്ട്. എവിടെ നട കിട്ടിയത്? പറ്റൂല മോനെ, പറ്റൂല. അവരും അതുപോലെ ഒന്ന് കാണിക്കുന്നു. ഇതിന്റെ തലയ്ക്കകത്തുനിന്നൊരു മൂളയില്ലേ? നിങ്ങളോടും കൂടി ചോദ്യം. ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിട്ട് നിങ്ങൾ നാളെ എന്താ കാണിക്കാൻ പോണേ? പള്ളിയിലും അമ്പലത്തിലും പോയിട്ട് ഇതൊക്കെ തന്നെ കാണിക്കാൻ പോണേ. ആരാണ്ട് പണ്ട് കാണിച്ചു കുട്ടിയൊക്കെ വെറുതെ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുക. എന്തോ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു, വല്ലതും കിട്ടിയ ഒരു തേങ്ങ കിട്ടാൻ പോലുള്ള. പ്രാർത്ഥിച്ച് ആരെങ്കിലും നേടിയിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അവരൊക്കെ കഷ്ടപ്പെട്ട് രാത്രി ഇത് പഠിച്ചിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നിങ്ങളും ഈ ചാണക സംഖ്യകളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണെന്ന് പറഞ്ഞത് ആരാണ്? അത് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ തള്ളൂ? നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ തള്ളൂ? അത് നിങ്ങൾ തള്ളൂ? അത് നമ്മൾ തള്ളത്തില്ല. അപ്പൊ ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണോ അല്ലേ?
അത് ഔഷധമാണെന്നുള്ളത് സയന്റിഫിക് ഔഷധമാണോ അല്ലേ? നിങ്ങൾ ആദ്യം പറയും. സയൻസ് ഒക്കെ അവിടെ പോകും. സയൻസ് ഒക്കെ അത് മണ്ണാങ്കട്ടയാണ്, ഉടായ്പാണെന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയും അത് ഔഷധമാണോ അല്ലേ? അത് എനിക്കറിയില്ല. അത് അറിയില്ലേ? നിങ്ങൾ നബി പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇതൊന്നുമല്ല പ്രശ്നം. നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നബി പറഞ്ഞല്ല നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ ഒട്ടകമൂത്രം ഔഷധമാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നബി അംഗീകരിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ കുഴപ്പം. അപ്പൊ നിങ്ങളും ഈ ചാണക സംഖ്യകളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ചാണക സംഖ്യകൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ ഗോമൂത്രം കുടിക്കുന്നത് പ്രശ്നമാണെന്ന് പറയുന്നത് നിങ്ങൾ, ഒട്ടകമൂത്രം ഔഷധമാണെന്ന് പറയുമ്പോ നിങ്ങൾ അവർ തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? അത് പറയൂ. ഇവിടെയുള്ള പലരും എന്തോ ഒരു കോൺഫിഡൻസിലാണ് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടോ ശരിയാണെന്ന് പറയാനായിട്ട്? നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ എന്താ പ്രശ്നം? ഇപ്പൊ തീവ്രവാദം പറയാൻ പാടില്ല, വഖഫിന്റെ പ്രശ്നം പറയാൻ പാടില്ല, യൂണിഫോം സിവിൽ കോഡ് പറയാൻ പാടില്ല, അതല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പറയാൻ പാടില്ല, കുട്ടികൾ നേരിടുന്ന മദ്രസ പീഡനം പറയാൻ പാടില്ല. ഞാൻ എന്താ പറയണ്ടേ? അത് പറയും. ഏത് ഇസ്ലാമിലെ ഏത് സ്ത്രീയാണ് നിങ്ങളോട് പ്രശ്നം? ഭാര്യയെ തല്ലാൻ പറയുന്ന ആയത്ത് ഏതാ? നമ്പർ പറയും. ഭാര്യയെ തല്ലാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. 4:34 എടുക്കും ഖുറാനില്. ആയിഷ ബീവിന്റെ ഹദീസ് 4:34 ഖുറാനിലെടുക്കൂ. ഹദീസല്ല പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ എടുക്കും. എടുക്കും, എന്നിട്ട് വായിക്കും. വെയിറ്റ്. നമ്മളെടുത്ത് ഖുറാനൊക്കെ ഉണ്ടേട്ടാ. ഈ എല്ലാവരുടെ അടുത്തുണ്ട്. നിങ്ങൾ എടുത്ത് വായിക്കും. ഈ ഉടായിപ്പം നടക്കൂല. വായിക്കും. ഖുറാൻ 4 അൽ-നിസായിലെ ആയത്ത്. അതെ, വായിക്കും. എന്റെ അർത്ഥം വായിക്കും മലയാളത്തിൽ. വേണ്ട, അർത്ഥം വായിക്കേ. അതിലെഴുതിയിരിക്കുന്നു. അങ്ങനത്തെ സാധനം വരില്ല കേട്ടാ. നിങ്ങൾ ഖുറാനിലെ അർത്ഥം വായിക്കുക സുഹൃത്തെ. നിങ്ങളുടെ കയ്യിൽ ഖുറാൻ ഉണ്ടെന്നല്ലേ ഇപ്പൊ വീമ്പ് പറഞ്ഞു. എന്തൊരവസ്ഥയല്ലേ, ചുമ്മാ കിടന്ന് മെഴുകുക. വായിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അപ്പൊ ആദ്യം അർത്ഥം വായിക്കും, എന്നിട്ട് ബാക്കി കാര്യം പറയാം. നിങ്ങള് മെഴുകലൊക്കെ അവിടെ കൈവെക്കൂ. ആദ്യം അർത്ഥം വായിക്കും. 34 അതിന്റെ അറബി വേണോ നിങ്ങൾക്ക് മലയാളം? അർത്ഥം വായിക്കും. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരായിരുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിൽ അള്ളാഹു കൂടുതൽ കഴിഞ്ഞുകൊണ്ട് ഉറക്കെ വായിക്കുക. ക്ലിയർ ആയിട്ട് വായിക്കും. നിങ്ങൾ എന്ന് പറയുന്നത് ഈ ആരിഫ് ഹുസൈനെ എടുത്ത് അലക്കാനായിട്ട് ഇങ്ങനെ വരുന്നവന്മാർ മൊത്തം അളിഞ്ഞു നാടുന്നുണ്ട്. പക്ഷെ അവന്മാർ എന്നാലും ചുമ്മാ കിടന്ന് മെഴുകുക. അല്ല, നോക്കട്ടെ ഒരു മിനിറ്റ്. എന്ത് നോക്കാൻ? അർത്ഥം മുഴുവൻ വായിക്കേ. എന്നാൽ അനുസരണക്കേട് കാണിക്കുന്ന നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. എന്താ പറഞ്ഞേ? അടിക്കുകയും ചെയ്തു കൊള്ളുക. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ ഖുറാനിൽ അങ്ങനെ ഉണ്ടാവില്ല. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞ വായിച്ചത്? അതിന്റെയൊക്കെ നമ്മളെ അപ്പൊ അടിക്കാൻ പറഞ്ഞ സാധനം ഇപ്പൊ നിങ്ങൾ ഖുറാനിൽ കണ്ടോ? ഇത് ശരിയാണോ? ഇതിനൊറ്റ വാക്കിന് ഉത്തരം പറയാം. മതം ഇൻജക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരുത്തൻ. അവന് ഉത്തരമില്ല. പറയുന്ന ചോദ്യം വീണ്ടും തിരിച്ചു ചോദിക്കുമ്പോ അപ്പൊ പൊട്ടങ്ങൾ കളിക്കും. ഇതെന്താ ഇത്? അല്ല, ശരിയാണോ? അത് അടിക്കാൻ പറയുന്നത് ശരിയാണോ? ഈ കമന്റ് ബോക്സിലുള്ളവർ ഇത് തന്നെ. എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ അപ്പൊ ഉത്തരം മുട്ടി. പിന്നെ കൊഞ്ഞ ജാതി മതം ഇല്ല. ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എല്ലാം ഒന്നാണ്. ഹലോ എടാ, ഞാൻ വിളിക്കാടാ. വീഡിയോ കണ്ടിരിക്കുക. എടാ ഞാൻ വിളിക്കാടാ. ഞാൻ കുറച്ച് പരിപാടിയിലായി പോയി. ഞാൻ വിളിക്കാം. കൊച്ചിക്കാർക്ക് ഇല്ല, മതമില്ല. മതമുള്ളവന്മാരെ പാസ്പോർട്ടുകളെ കൊള്ളാം. ഇവന്റെ അടുത്ത കളി കേരളത്തിലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു സന്തോഷത്തിൽ ചിരിച്ചും തള്ളിയൊക്കെ അത് വിട്ടു. സമൂഹത്തിലെ കാര്യമാണെങ്കിൽ ഇപ്പം അടിയും വെട്ടും കുതും നടന്നേനെ. കഴിഞ്ഞ വീഡിയോയിൽ രാജ്യസ്നേഹത്തെക്കാളും വലുത് ഞമ്മക്ക് മതസ്നേഹമാണെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇതൊന്ന് കണ്ടു എനിക്ക്. മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. ഞാൻ നോക്കുന്നത്. അതെ. മതസ്നേഹം പൊക്കി പിടിച്ചു നടക്കുന്ന നിങ്ങളൊക്കെ ഈ രാജ്യത്തായതുകൊണ്ടാണ് ഇതൊക്കെ പറയാനെങ്കിലും അവകാശം കിട്ടുന്നത്. അത് മനസ്സിലാക്കുക. ഈ പറഞ്ഞ രാജ്യത്താണെങ്കിൽ നിങ്ങൾ ഓർക്കത്തില്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് മേക്കപ്പ് ഇടാൻ പറ്റില്ല, മനസ്സിലായോ? സ്പ്രേ അടിക്കാൻ പാടില്ല, നെയിൽ പോളിഷ് ഇടാൻ പാടില്ല, ഐലൈനർ, ഐഷാഡോ, മസ്ക്. അപ്പോൾ ഇതിന്റെ ബാക്കി നമ്മൾ ഉടനെ തന്നെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മതസൗഹാർദ്ദ ബുക്കിന്റെ 11 വരെയുള്ള പാർട്ട് നമ്മുടെ മെയിൻ ചാനലിലെ പ്ലേലിസ്റ്റിലുണ്ടാവും. ബാക്കിയുള്ളത് നമ്മൾ ഇവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.